വെൽക്കം ടു എഡ്യൂപോർട്ട്. യെസ്, അപ്പൊ നമ്മൾ നമ്മുടെ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്ലാസ് 6 മക്കൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നന്ന ഉല്ലു എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പൊ നോക്കിക്കോളൂ. നന്ന ഉല്ലു കഹാനി കാ യ അംശ പഠേ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. നന്ന ഉല്ലു എന്ന് പറയുന്ന ഈ ഒരു കഹാനിയുടെ ഈ ഒരു ചെറിയ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. നോക്കൂ. नन्ना उल्लू आसमान के सितारों को ढूंढते ढूंढते दूर चला गया. നന്ന ഉല്ലു ആകാശത്തിലെ നക്ഷത്രങ്ങളെ തിരഞ്ഞുകൊണ്ട് വളരെ ദൂരത്തേക്ക് പോയി. അമ്മ ഉല്ലു കാ മൻ തടപ്നെ ലഗ. അമ്മ ഉല്ലുവിന്റെ അമ്മ മൂങ്ങയുടെ മനസ്സിങ്ങനെ പെടയാനായിട്ട് തുടങ്ങി. ഉസ്നെ സോച്ചാ വ ബഹുത് ഛോട്ടാ ഹെ. ആള് ചിന്തിച്ചു അവൻ ഭയങ്കര ചെറുതാണ്. ആജ് പെഹ്ലി ബാർ അക്കേലെ ഇത്നാ ദൂർ ഗയാ ഹെ. ഇന്ന് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോയിട്ടുള്ളത്. സോച്ചത്തെ സോച്ചത്തെ അമ്മ ഉല്ലു കാ ഡർ ബഡ്നെ ലഗ. ഇത് ചിന്തിച്ച് അമ്മ ഉല്ലുവിന്റെ അമ്മ മൂങ്ങിയുടെ മനസ്സിങ്ങനെ പെടയാനായിട്ട് പേടി കൊണ്ട് ഇങ്ങനെ ഭയങ്കര കൂടാനായിട്ട് തുടങ്ങി. അപ്പൊ അമ്മ ഉല്ലു ക്യോ ആസ്മാൻ കി ഓർ ചലാ ഗയ. അമ്മ ഉല്ലു എന്തിനാണ് നന്ന ഉല്ലു നമ്മുടെ കുഞ്ഞു മൂങ്ങ എന്തിനാണ് ആകാശത്തിലേക്ക് പോയത്? എന്തിനാണ്? ആൻസർ നോക്കിക്കോക്കൂതാ. സിതാരോं को ढूंढते ढूंढते दूर चला गया. നക്ഷത്രങ്ങളെ തിരഞ്ഞ് എന്താണ് ഒരുപാട് ദൂരത്തേക്ക് പോയി. നോക്കൂ. इस प्रसंग पर अम्मा उल्लू की ഡയറി ലിഖേ. ഈ ഒരു സന്ദർഭത്തിലെ അമ്മ ഉല്ലുവിന്റെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കാം. ഡയറി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നല്ല ഭംഗിയായിട്ട് ബോക്സ് വരച്ചിട്ട് വേണം ഡയറി എഴുതാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഡേയും നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് ലെഫ്റ്റോ റൈറ്റോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കാം. ആജ് കാ ദിൻ കബി മുझे കബി ഭൂൽ നഹീ സക്താ. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇസ് ദിൻ മേരെ ലിയേ ഏക്ദം ഖുശി കാ ദിൻ ഥാ. ഇന്നത്തെ ദിവസം എനിക്ക് വളരെയധികം ഖുശി കാ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു. ഇത്നി ഖുശി മുझे പഹലെ ന ഹുവാ ഥാ. ഇത്രയും സന്തോഷം എനിക്ക് മുന്നേ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതൊരു ഇൻട്രൊഡക്ഷൻ ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ 6ാം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം സന്തോഷം അല്ലെങ്കിൽ സങ്കടം നിറഞ്ഞ ഒരു ഡയറി ആയിരിക്കും വരിക. ഇപ്പൊ ഇവിടെ ഖുഷി എന്നുള്ള സ്ഥലത്ത് നമ്മൾ ദുഃഖം എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ദുഃഖമായി. നോക്കിക്കോളൂ. ആജ് കാ ദിൻ മുझे കബി ഭൂൽ നഹീ സക്താ. സന്തോഷാണെങ്കിലും സങ്കടമാണെങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ മറക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇസ് ദിൻ മേരെ ലിയേ ഏക്ദം ഖുശി കാ ദിൻ ഥാ. ഇന്നത്തെ ദിവസം എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു എന്നുള്ള സ്ഥാനത്ത് ഖുഷിയുടെ ആ വാക്കിന്റെ സ്ഥാനത്ത് നമ്മൾ എന്താണ് ദുഃഖം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതും കറക്റ്റ് ആണ്. സന്തോഷം എന്നുള്ളതിന് പകരം സങ്കടമാവും. ഓക്കെ, ഇത്രയും ഖുഷി മുझे പഹലെ ന ഹുവാ ഥാ. ഇത്രയും സന്തോഷം എനിക്ക് മുന്നേ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. അത് നമുക്ക് ഇവിടെ ഖുഷി എന്നുള്ള സ്ഥാനത്ത് ദുഃഖം കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ദുഃഖം എനിക്ക് മുന്നേ ഒരു ദിവസം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. പിന്നെ നമുക്ക് ആരുടെ ഡയറി ആണോ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ആ ഡയറി എഴുതാം. അതിനുശേഷം ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് യേ സൂച്ച്കർ മുझे നീന്ത് ഭീ നഹീ ആത്താ. ഇത് ചിന്തിച്ചുകൊണ്ട് എനിക്ക് ഉറക്കം പോലും വരുന്നില്ല എന്ന് കൂടെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡയറി എഴുതുന്നത്. ഇതാണ് അതിന്റെ ഫോർമാറ്റ്. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ അമ്മ ഉല്ലുവിന്റെ ഡയറി ഒന്ന് നോക്കിയാലോ. അപ്പൊ ദാ അവിടെ ബോക്സ് വരച്ചിട്ടുണ്ട്, ഡേറ്റ് ഉണ്ട്, ഡേ ഉണ്ട്. നോക്കിക്കോളൂ. ആജ് കാ ദിൻ മേരെ ലിയേ ഏക്ദം ബുരാ ദിൻ ഥാ. ഇന്നത്തെ ദിവസം എനിക്ക് വളരെ മോശപ്പെട്ട ദിവസമായിരുന്നു. ഇത്നാ ദുഃഖ് മുझे പഹലെ ന ഹുവാ ഥാ. ഇത്രത്തോളം ദുഃഖം എനിക്ക് ഒരിക്കലും മുന്നേ ഉണ്ടായിട്ടില്ല. മേരാ ബച്ച ബഹുത് ഛോട്ടാ ഹെ. എന്റെ മകൻ വളരെ ചെറുതാണ്. വ ആസ്മാൻ മേ അക്കേലെ ക്യോ ഗയാ. അവൻ എന്തിനാണ് ആകാശത്തേക്ക് ഒറ്റയ്ക്ക് പോയത്? മുझे തോ ബഹുത് ഡർ ലഗ് രഹി ഹെ. എനിക്ക് ഒരുപാട് പേടിയാകുന്നുണ്ട്. വ അബി ഭി ലൗട്ട് നഹീ ആയി. അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഈശ്വർ കൃപയാ ഉസേ ബച്ചാവോ. ദൈവമേ അവനെ എന്തായാലും രക്ഷിക്കുക. ഉസേ സിതാരെ ബഹുത് പസന്ദ് ഹെ. അവന് നക്ഷത്രങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഇസ്ലിയേ വ ആസ്മാൻ ഗയ. അതുകൊണ്ടാണ് അവൻ ആകാശത്തേക്ക് പോയത്. ബസ് ജറൂർ ലൗട്ട് ആയേഗ. അവൻ എന്തായാലും തിരിച്ചു വരും. യേ സോച്ച്കർ മുझे നീന്ത് ഭീ നഹീ ആത്താ. ഇത് ചിന്തിച്ചിട്ട് എനിക്ക് ഉറക്കം പോലും വരുന്നില്ല. ആജ് കാ ദിൻ മുझे കബി ഭൂൽ നഹീ സക്താ. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല.
ക്ലിയർ ആണോ? അപ്പൊ വളരെ രസകരമായിട്ടാണ് ഡയറി നമ്മളിവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ നിങ്ങളോട് ഡയറി എഴുതാനായിട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ള ദിവസമാണെങ്കിലും സങ്കടമുള്ള ദിവസമാണെങ്കിലും അതനുസരിച്ച് നിങ്ങൾ സന്തോഷവും സങ്കടമുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എഴുതാനായിട്ട് നോക്കുക. അപ്പൊ ഡയറി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ നല്ല മക്കളായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.